Hi everyone, next topic subspace of a vector space. നമ്മൾ ഗ്രൂപ്പൊക്കെ ഡിഫൈൻ ചെയ്യുമ്പോൾ സബ് ഗ്രൂപ്പൊക്കെ എന്താണ് ഡിഫൈൻ ചെയ്തിട്ടുണ്ടല്ലേ. അതുപോലെ നമ്മൾ വെക്ടർ സ്പേസിൻ്റെ സബ് സ്പേസ് ആണ് ഡിഫൈൻ ചെയ്യുന്നത്. നമുക്ക് നോക്കാം സബ് സ്പേസിൻ്റെ ഡെഫിനേഷൻ എന്താണെന്നുള്ളത്. ലെറ്റ് വി ബി എ വെക്ടർ സ്പേസ് ഓവർ എ ഫീൽഡ് എഫ്. By a subspace of V, we shall mean a non-empty subset S of V that is closed under the operation of V in the sense that first one uv belongs to F implies u plus V belongs to F. Second one u belongs to S implies alpha u belongs to S for every u belongs to S and alpha belongs to F. അതായത് നമുക്ക് V എന്ന് പറയുന്ന ഒരു വെക്ടർ സ്പേസ് ഉണ്ട്. ഓക്കെ, വി എന്ന് പറയുന്ന ഒരു വെക്ടർ സ്പേസ് ഉണ്ട്. ഓവർ ദ ഫീൽഡ് എഫ് ആണ്. നമുക്ക് വിയുടെ ഒരു സബ് സ്പേസ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അതൊരു സബ്സെറ്റ് ആയിരിക്കണം. വിയുടെ ഒരു സബ്സെറ്റ് ആയിരിക്കണം, പക്ഷേ എം ടി ആവരുത്, നോൺ എം ടി സബ്സെറ്റ് ആയിരിക്കണം. ഓക്കെ, ഈ നോൺ എം ടി സബ്സെറ്റ് ഇതിൽ രണ്ട് എലമെൻ്റ് എടുത്ത്, ഇപ്പം ഞാൻ യു വി എന്ന് പറയുന്ന രണ്ട് എലമെൻറ്റ് എസിൻ്റെ ഉള്ളിൽ എടുത്തിട്ട് നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് എസിൻ്റെ ഉള്ളിൽ തന്നെ കിടക്കണം. അതായത് ദ വെക്ടർ അഡീഷൻ ഈസ് ക്ലോസ്ഡ് ഇൻ എസ്. ഓക്കെ, അതുപോലെ സ്കെലാർ മൾട്ടിപ്ലിക്കേഷൻ യു എന്ന് പറയുന്നത് എസ്സിലെ എലമെൻ്റാണ്. ദിസ് ഇസ് എസ് ആട്ടോ. യു എന്ന് പറയുന്നത് എസ്സിലെ എലമെൻ്റാണ്. അങ്ങനെയാണെങ്കിൽ ഫീൽഡിലെ ഏതൊരു എലമെൻറ്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്താലും ആൽഫ യു എന്ന് പറയുന്നതും എസ്സിൽ തന്നെ ഉണ്ടാവണം. അതായത് എസ് ഇസ് ക്ലോസ്ഡ് അണ്ടർ ദ ഓപ്പറേഷൻ അണ്ടർ സ്കെലാർ മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് വെക്ടർ അഡീഷൻ. That is u v belongs to S implies u plus V belongs to S and u belongs to S implies alpha u belongs to S for every u belongs to S and alpha belongs to F. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, ഒരു നോൺ എംപ്റ്റി that is a non-empty subset S of a vector space V is called a subspace of V if S itself is a vector space with the rule of addition and scalar multiplication induced from V. അതായത് V എന്ന് പറയുന്ന ഒരു വെക്ടർ സ്പേസ് ഉണ്ട്, വി എന്ന് പറയുന്നൊരു വെക്ടർ സ്പേസ് ഉണ്ട്. ആ വെക്ടർ സ്പേസിൽ ഒരു നോൺ എംപ്റ്റി സബ്സെറ്റ് എസ് എന്ന് പറയുന്നത് സബ്സ്പേസ് ആവണമെങ്കിൽ ഈ എസ് ഇറ്റ്സെൽഫ് ഒരു വെക്ടർ സ്പേസ് ആയിരിക്കണം. അതായത് വെക്ടർ സ്പേസിൻ്റെ എല്ലാ ആക്സിയംസും ഇവിടെ ഹോൾഡ് ചെയ്യണം. അതുപോലെ തന്നെ വിത്ത് റെസ്പെക്ട് ടു ദ റൂൾ ഓഫ് അഡീഷൻ ആൻഡ് സ്കെലാർ മൾട്ടിപ്ലിക്കേഷൻ ഇൻഡ്യൂസ്ഡ് ഫ്രം വി. വെക്ടർ സ്പേസിൽ നമ്മൾ ഏതാണോ അഡീഷനും സ്കെലാർ മൾട്ടിപ്ലിക്കേഷനും ഡിഫൈൻ ചെയ്യുന്ന അതേ ഓപ്പറേഷൻസിൽ നമ്മളുടെ ഈ എസ് എന്ന് പറയുന്നത് ഇറ്റ്സെൽഫ് ഒരു വെക്ടർ സ്പേസ് ആണെങ്കിൽ നമുക്ക് പറയാം എസ് ഈസ് എ സബ് സ്പേസ് ഓഫ് എ വെക്ടർ സ്പേസ് വി എന്ന് പറയാം. ഓക്കെ, അപ്പം രണ്ട് ഡെഫിനേഷൻ പറഞ്ഞു. രണ്ടിലേതെങ്കിലും ഒന്ന് നിങ്ങൾ പഠിച്ചു വെക്കുക. സബ് സ്പേസ് എന്താണെന്ന് ഡിഫൈൻ ചെയ്യാറുണ്ട്. നിങ്ങൾക്കൊരു ഡൗട്ടില്ലേ, സബ് സ്പേസ് എന്ന് പറയുന്നത് ഇപ്പം വി എന്ന് പറയുന്നതിൻ്റെ ഒരു നോൺ എംപ്റ്റി സബ്സെറ്റ് ആണ്, അത് ഇറ്റ്സെൽഫ് ഒരു വെക്ടർ സ്പേസ് ആണ് ഇൻ ദ ഇൻഡ്യൂസ്ഡ് ഓപ്പറേഷൻ ഓൺ വി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് തോന്നില്ലേ, ഇവിടെ ഐഡൻറ്റിറ്റി എലമെൻറ്റിൻ്റെയും അഡിറ്റീവ് ഇൻവേഴ്സിൻ്റെയും ഒക്കെ എക്സിസ്റ്റൻസ് ഉണ്ടാവുമെന്ന് നമുക്ക് നോക്കാം. അതായത് നമ്മൾ പറഞ്ഞിരിക്കുന്ന ഇത്രയേ ഉള്ളൂ, നമുക്ക് രണ്ട് എലമെൻറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ ക്ലോസ്ഡ് ആയിരിക്കണം, വെക്ടർ അഡീഷനും സ്കെലാർ മൾട്ടിപ്ലിക്കേഷനും ക്ലോസ്ഡ് ആയിരിക്കണം എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ നമുക്ക് നോക്കാം ഇവിടെ ഐഡൻറ്റിറ്റി എലമെൻറ്റിൻ്റെ എക്സിസ്റ്റൻസ് ഉണ്ടാവോ ഇല്ലയോ എന്നുള്ളത്. ഓക്കെ, നമ്മൾ പറഞ്ഞു യു എന്ന് പറയുന്ന എലമെൻറ്റ് ഞാൻ എസ്സിൽ എടുത്തു കഴിഞ്ഞാൽ ആൽഫ യു എന്ന് പറയുന്നതും എസ്സിൽ ഉണ്ടായിരിക്കണം സബ് സ്പേസ് ആണെന്നുണ്ടെങ്കിൽ അല്ലേ. ഞാൻ ആൽഫ ഈക്വൽ ടു -1 ചൂസ് ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ യു ബിലോങ്സ് ടു എസ് ഇംപ്ലൈസ് -u ബിലോങ്സ് ടു എസ്. ഓക്കെ, അഡിറ്റീവ് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യപ്പോഴും. അതുപോലെ തന്നെ നമുക്ക് പറയാം ഇനി വെക്ടർ അഡീഷനിലും ക്ലോസ്ഡ് ആണെന്നല്ലേ പറഞ്ഞേ. യു വി എന്ന് പറയുന്ന രണ്ട് എലമെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു u plus V belongs to S എന്നുണ്ടെന്നല്ലേ. അപ്പോൾ ഞാനിവിടെ യു എന്ന് പറയുന്നതും -u എന്ന് പറയുന്നതും എസ്സിലുണ്ടെന്ന് എടുത്തു. അങ്ങനെയാണെങ്കിൽ വെക്ടർ അഡീഷനും ഇതിൻ്റെ വെക്ടർ അഡീഷനും എന്തുണ്ടാവും, എസ്സിലുണ്ടാവും. ദാറ്റ് ഈസ് u plus -u equal to 0 which belongs to S. സോ ഐഡൻറ്റിറ്റി എലമെൻറ്റിൻ്റെയും അഡിറ്റീവ് ഇൻവേഴ്സിൻ്റെയും ഒക്കെ പ്രസൻസ് നമ്മുടെ എസ്സിലുണ്ടാവും. സോ എസ് ഒരു വെക്ടർ സ്പേസ് ആണെന്ന് പറയാം. എങ്ങനെ? അഡീഷനിലും വെക്ടർ അഡീഷനിലും സ്കെലാർ മൾട്ടിപ്ലിക്കേഷനിലും ക്ലോസ്ഡ് ആണെങ്കിലും. ഓക്കെ, ഇനി നമുക്ക് നമുക്ക് തന്നിരിക്കുന്ന ഈ രണ്ട് പ്രോപ്പർട്ടീസും ഒരുമിച്ച് ഒരു പ്രോപ്പർട്ടി ആയിട്ട് എഴുതാനൊക്കെ പറ്റുമോ കേട്ടോ. അതായത് സിംഗിൾ കണ്ടീഷനായിട്ട് നമുക്ക് എഴുതാം. ഇപ്പം നമ്മളിപ്പം വെക്ടർ അഡീഷനിൽ ക്ലോസ്ഡ് ആവണം, സ്കെലാർ മൾട്ടിപ്ലിക്കേഷനിൽ ക്ലോസ്ഡ് ആവണം എന്നൊക്കെ പറഞ്ഞില്ലേ, അതിനെ നമുക്ക് ഒറ്റയടിക്ക് നമുക്ക് ഇങ്ങനെ എഴുതാം. നോട്ടായിട്ട് നിങ്ങൾ ചിലപ്പം ഇങ്ങനെ പഠിച്ചിട്ടുണ്ടാവും നിങ്ങൾ, ആൽഫ യു പ്ലസ് ബീറ്റ വി ബിലോങ്സ് ടു എസ് ആയാൽ മതി. ഓക്കെ, യൂണിവേണ്ടി ലീനിയർ കോമ്പിനേഷൻ, അതായത് ആൽഫ യു പ്ലസ് ബീറ്റ വി ബിലോങ്സ് ടു എസ് ഫോർ ഓൾ യു വി ബിലോങ്സ് ടു വി ആൻഡ് ആൽഫ ബീറ്റ ബിലോങ്സ് ടു എഫ്. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, എസ് എന്ന് പറയുന്നത് ഒരു സബ് സ്പേസ് ആണെന്ന് പറയാം.
ഓക്കെ, അതിൻ്റെ ഡെഫിനേഷൻ ഒന്ന് എഴുതി തരാം. ഇങ്ങനെ പറയാം നമുക്ക് എ നോൺ എംപ്റ്റി സബ്സെറ്റ് എസ് ഓഫ് എ വെക്ടർ സ്പേസ് വി ഈസ് എ സബ്സ്പേസ് ഓഫ് എസ് അല്ല സബ്സ്പേസ് ഓഫ് വി if and only if alpha u plus beta v belongs to S for every u v belongs to V and alpha beta belongs to F. ഓക്കെ, അതായത് നമുക്ക് ഇപ്പോൾ ഒരു സബ്സെറ്റ് നമുക്ക് ഒരു നോൺ എംപ്റ്റി സബ്സെറ്റ് എസ് എന്ന് പറയുന്നത് വിയുടെ വെക്ടർ സ്പേസ് ആവണമെന്നുണ്ടെങ്കിൽ ഇഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷനായിട്ട് നമുക്ക് പറയാം ആൽഫ യു പ്ലസ് ബീറ്റ വി ബിലോങ്സ് ടു എസ്. അപ്പോൾ നമ്മളൊക്കെ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് തന്നെയാണ് യൂസ് ചെയ്യുക. അതായത് സ്കെലാർ മൾട്ടിപ്ലിക്കേഷനിലും വെക്ടർ അഡീഷനിലും അത് ക്ലോസ്ഡ് ആണെന്നാണ് പറയാം. നമ്മൾ സെപ്പറേറ്റ് പറയുന്നു, നമുക്ക് വേണമെങ്കിൽ ഒരുമിച്ചും പറയാം. ആൽഫ യു പ്ലസ് ബീറ്റ വി ബിലോങ്സ് ടു എസ് ഉണ്ടെങ്കിൽ നമുക്ക് പറയാം പി എന്ന് പറയുന്നത് എസ് എന്ന് പറയുന്നത് നോൺ എംപ്റ്റി സെറ്റ്, പി എന്ന് പറയുന്നതിൻ്റെ സബ്സ്പേസ് ആണെന്ന് പറയാം. അതുപോലെ നമുക്കൊരു കാര്യം കൂടെ നോട്ട് ചെയ്യാനുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഏറ്റവും ചെറിയ സബ്സ്പേസ് ഏതാണെന്ന് പറയാമോ? ഒരു വെക്ടർ സ്പേസിൻ്റെ. നമുക്ക് വെക്ടർ സ്പേസിന് എപ്പോഴും നമുക്ക് രണ്ടെണ്ണം എപ്പോഴും പറയാൻ പറ്റില്ല. നമുക്ക് ഗ്രൂപ്പിനൊക്കെ നമ്മൾ രണ്ടെണ്ണം എപ്പോഴും പറയില്ലേ, രണ്ട് സബ് ഗ്രൂപ്പുകൾ പറയില്ലേ. അതുപോലെ വെക്ടർ സ്പേസിൻ്റെ കാര്യത്തിലോ ഏതാ പറയാൻ പറ്റാം? വി എവറി വെക്ടർ സ്പേസ് ഈസ് എ സബ്സ്പേസ് ഓഫ് ഇറ്റ് സെൽഫ് അല്ലേ. വി ഈസ് എ subspace of itself. അപ്പം നമുക്ക് ഉള്ളതിൽ വെച്ച് വി എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ സബ്സ്പേസ് എന്ന് പറയുന്നത് ആണല്ലോ, ഏറ്റവും വലിയ സബ്സ്പേസ്. ഇറ്റ് ഈസ് ദ ബിഗ്ഗസ്റ്റ് സബ്സ്പേസ് ഓഫ് വി. ഓക്കെ, ഇനി നമുക്ക് പറയാം ഞാൻ ഐഡൻറ്റിറ്റി എലമെൻറ്റ് മാത്രം എടുത്തു, അതായത് 0. The singleton set of 0 is a subspace of V. ഇതാണ് സ്മോളസ്റ്റ് സബ്സ്പേസ്. This is the smallest subspace. ഇംപ്രോപ്പർ സബ്സ്പേസും ട്രിവിയൽ സബ്സ്പേസും. ഓക്കെ, ഇനി നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. ഇനി കുറച്ച് പ്രോബ്ലംസ് ആണ് പറയുന്നത്. അതിനു മുമ്പ് ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. എക്സാമ്പിൾ പറഞ്ഞിട്ട് നമുക്ക് പോകാം. V equal to R2, F equal to R. നമ്മൾ പറയാം R2 is a vector space over R എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അതൊക്കെ പറഞ്ഞു കഴിഞ്ഞ കാര്യങ്ങളാണ്. അപ്പോൾ R2ൻ്റെ സബ്സ്പേസ് ഏതൊക്കെയാണ്? നമുക്ക് R എന്ന സബ്സ്പേസസ് ആദ്യം എഴുതാം. സബ്സ്പേസസ് എഴുതാം. ഏതൊക്കെയാണ് R2ൻ്റെ സബ്സ്പേസസ്? നമുക്ക് ഈ സബ്സ്പേസ് ഒക്കെ എഴുതണമെങ്കിൽ നമുക്കിത് ജനറേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയണം. പക്ഷേ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് എന്താണ് സബ്സ്പേസ് എന്നുള്ളത് മനസ്സിലാവാൻ വേണ്ടി പറയുന്നതാണ്. ഓക്കെ, ഞാൻ ഒന്നാമത്തെ സബ്സ്പേസ് നമ്മൾ ഏറ്റവും ബിഗ്ഗസ്റ്റ് വൺ, ദാറ്റ് ഈസ് V equal to R2 എന്ന് എഴുതി. രണ്ടാമത്തത് നമുക്ക് പരിചയമുള്ളതാണ്, ദാറ്റ് ഈസ് 0 സബ്സ്പേസ്. അതായത് ഇവിടെ R2 ആയത് കാരണം നമുക്ക് 0 എലമെൻറ്റിൽ നമുക്ക് എങ്ങനെ എഴുതാം? 0 എന്നല്ലേ ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ എഴുതാം. ഇനി അതിനൊരു സബ്സ്പേസും കൂടി ഉണ്ടാവാം. നമുക്കിപ്പം എക്സ് ആക്സിസിലെ എലമെൻസിനെ കൺസിഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു സബ്സ്പേസ് ആയിരിക്കും. കാരണം ഇതിൽ ഐഡൻറ്റിറ്റി എലമെൻറ്റ് എക്സ് ആക്സിലെ എലമെൻറ്റ് എങ്ങനെയാണ് വരിക? x0 എന്നല്ലേ വരിക. എക്സ് ആക്സിലെ എലമെൻറ്റ് സെറ്റ് ഓഫ് ഓൾ എക്സ് ബിലോങ്സ് ടു ആർ. ഇതൊരു നോൺ എംപ്റ്റി സബ്സെറ്റ് ആയിരിക്കുമല്ലോ. ഈ നോൺ എംപ്റ്റി സബ്സെറ്റിലെ ഇതിന് രണ്ട് എലമെൻറ്റ്സ്, ഇതേപോലത്തെ രണ്ട് എലമെൻറ്റ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എഗെയിൻ നമുക്ക് എക്സ് ആക്സിസ് തന്നെ കിട്ടാം. അതുപോലെ ഇതിനെ നമ്മൾ സ്കെലാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതും എക്സ് ആക്സിസ് തന്നെ എടുക്കാം. അപ്പോൾ ഇതുപോലെ ഇത് വരും. അതുപോലെ 0y എന്ന് പറയുന്ന എലമെൻറ്റ്സ് വരും അല്ലേ. ഇങ്ങനെയുള്ള എലമെൻറ്റ്സ് എല്ലാം വരും. അപ്പോൾ നമുക്ക് പറയാം the lines passing through the origin. Lines passing through the origin. ഇതിൽ എക്സ് ആക്സും വൈ ആക്സിസും മാത്രമല്ല വരിക. ഇപ്പം നമുക്കിപ്പം ലൈൻസ് പാസിങ് ത്രൂ ദ ഒറിജിൻ എന്ന് പറഞ്ഞാൽ ഇപ്പം ലാംഡ എക്സ് 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമുക്കിപ്പം അതിൽ എക്സ് ആക്സിസ് മാത്രമല്ലല്ലോ, എല്ലാ സ്ലോപ്പ് ലാംഡ ആയിട്ടുള്ളെല്ലാം വരില്ലേ. അപ്പോൾ ലൈൻസ് പാസിങ് ത്രൂ ദ ഒറിജിനും അതിൻ്റെ ഒരു സബ്സ്പേസ് ആയിരിക്കും. അപ്പോൾ R2ൻ്റെ സബ്സ്പേസസ് മെയിനായിട്ട് 3 എണ്ണാണുള്ളത്. നമ്മൾ 3 കാറ്റഗറി ആയിട്ട് പറയുന്നു. അതിൽ എക്സ് ആക്സിസും ഇവിടെ ലൈൻസ് പാസിങ് ത്രൂ ദ ഒറിജിനിലെ എക്സ് ആക്സിസും വൈ ആക്സിസും എല്ലാം വന്നു. ഓക്കെ, ഇപ്പോൾ ഇത് എക്സാമ്പിളായിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. എന്താണെന്ന് സബ്സ്പേസ് എന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രോബ്ലം നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്. ഡിഫൈൻ എസ് ആസ് ഫോളോസ്. എസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ x1 x2 x3 x4 x5 belongs to R5 such that a1 x1 plus a2 x2 plus etc. to a5 x5 equal to 0 for some a1 a2 a3 a4 a5 belongs to R.
ഷോ ദാറ്റ് എസ് ഈസ് എ സബ് സ്പേസ് ഓഫ് R5. അതായത് എസ് എന്ന് പറയുന്നത് R5 എന്ന് പറയുന്നത് വെക്ടർ സ്പേസ് ആണെന്ന് നമുക്കറിയാം കേട്ടോ. ഈ R5ൻ്റെ ഒരു സബ് സ്പേസ് ആണ് തന്നിരിക്കുന്നത്. R5ലെ എലമെൻറ്റ്സ്, പക്ഷേ ഈ എലമെൻറ്റ്സ് ഇങ്ങനൊരു ലീനിയർ കോമ്പിനേഷൻ എടുത്തു കഴിഞ്ഞാൽ 0 കിട്ടണം. അതായത് A1x1 പ്ലസ് A2x2 പ്ലസ് A3x3 പ്ലസ് A4x4 പ്ലസ് A5x5 ഈക്വൽ ടു 0 ആവുന്ന കളക്ഷൻസ്, അങ്ങനെയുള്ള കളക്ഷൻസിനെയാണ് നമ്മൾ എസ് എന്ന് വിളിച്ചിരിക്കുന്നത്. അത് നമുക്കിതിൻ്റെ സബ് സ്പേസ് ആണെന്ന് പ്രൂവ് ചെയ്യണം. നമ്മൾ പറഞ്ഞു സബ് സ്പേസ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? സ്കെലാർ മൾട്ടിപ്ലിക്കേഷനിലും വെക്ടർ അഡീഷനിലും ക്ലോസ്ഡ് ആണെന്ന് പറഞ്ഞാൽ മതി. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ R5 ഒരു വെക്ടർ സ്പേസ് ആണെന്ന് നമുക്കറിയാം. ഇത് രണ്ടിനും കൂടെ ക്ലോസ്ഡ് ആണെങ്കിൽ അതിൽ എലമെൻറ്റ്സ് തന്നെയല്ലേ മറ്റേതിലും വരിക, അപ്പോൾ എല്ലാ ആക്സൻസും ഹോൾഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്കിതിൻ്റെ സൊല്യൂഷൻ നോക്കാം. നമുക്കറിയാം വി നോ ദാറ്റ് R5 ഈസ് എ വെക്ടർ സ്പേസ്. ഓക്കെ, R5 എന്ന് പറയുന്നത് വെക്ടർ സ്പേസ് ആണെന്ന് നമുക്കറിയാം. ഇവിടെ ഡിഫൈൻ ചെയ്തിരിക്കുന്ന വെക്ടർ അഡീഷനും സ്കെലാർ മൾട്ടിപ്ലിക്കേഷനും ഒന്ന് ഡിനോട്ട് ചെയ്യുന്നുണ്ട് വിത്ത് വെക്ടർ സ്പേസ് വിത്ത് അഡീഷൻ ആൻഡ് സ്കെലാർ മൾട്ടിപ്ലിക്കേഷൻ ഈസ് ഡിഫൈൻഡ് ബൈ എന്ന് എഴുതാം അല്ലേ. വിത്ത് അഡീഷൻ ആൻഡ് സ്കെലാർ മൾട്ടിപ്ലിക്കേഷൻ ഈസ് ഡിഫൈൻഡ് ബൈ, എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മൾ? x പ്ലസ് വൈ ഈക്വൽ ടു നമ്മൾ x1 പ്ലസ് y1 കോമ x2 പ്ലസ് y2 കോമ എക്സെട്ര അപ് ടു x5 പ്ലസ് y5. ചെറുതാണ്, നിങ്ങൾ എഴുതിക്കോ, ഒരുപാട് എഴുതാനുണ്ട്, വീഡിയോൻ്റെ ലെങ്ത് ഒരുപാട് കൂടും, അതുകൊണ്ടാണ്. ആൽഫ x1 പ്ലസ് എക്സെട്ര അപ് ടു ആൽഫ x5. ഓക്കെ, ഇപ്പം നമുക്ക് എന്താ പറയേണ്ടത്? എസ് എന്ന് പറയുന്നത് നമുക്ക് 3 കാര്യങ്ങളാണ് സബ് സ്പേസ് ആണെന്ന് പറയാൻ വേണ്ടിയിട്ട് പറയേണ്ടത്. സബ് സ്പേസ് ആണെന്ന് പറയാൻ വേണ്ടിയിട്ട് 3 കാര്യങ്ങൾ എസ് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം പറയേണ്ടത് എസ് നോൺ എംപ്റ്റി ആണെന്ന് പറയണം. ഓക്കെ, നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചാൽ ഇതൊന്നും എക്സാം ഷീറ്റിലൊന്നും എഴുതരുത് കേട്ടോ. എസ് നമ്മൾ എപ്പോഴും പ്രൂവ് ചെയ്യാനുള്ള 2-3 കാര്യങ്ങളാണ് പറയുന്നത്. രണ്ടാമത്തത് യു വി എന്ന് പറയുന്ന 2 എലമെൻറ്റ് എസ്സിൽ എടുത്തു കഴിഞ്ഞാൽ യു പ്ലസ് വി എന്ന് പറയുന്നത് എസ്സിലുണ്ട്. ഓക്കെ, മൂന്നാമത് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത് യു ബിലോങ്സ് ടു എസ്സും ആൽഫ ബിലോങ്സ് ടു എഫും ആണെങ്കിൽ ആൽഫ യു ബിലോങ്സ് ടു എസ്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാം? എസ് ഒരു സബ് സ്പേസ് ആണെന്ന് കൺക്ലൂഡ് ചെയ്യാം. നമുക്ക് ആദ്യമായിട്ട് പറയേണ്ടത് എന്താണ്? എസ് ഒരു വെക്ടർ സ്പേസ് ആണ്, എസ് ഒരു നോൺ എംപ്റ്റി സബ്സെറ്റ് ആണ് എന്ന് പറയണം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എസ്സിലുള്ള ഒരു എലമെൻറ്റിനെ കണ്ടുപിടിക്കാൻ പറ്റണം. എസ്സിൽ ഏതെങ്കിലും ഒരു എലമെൻറ്റിൻ്റെ എങ്കിലും എക്സിസ്റ്റൻസ് ഉണ്ടെന്ന് പറയണം അല്ലേ. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന എസ് ഒന്ന് നമ്മൾ റീറൈറ്റ് ചെയ്യുന്നു. ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് x1 x2 etc. up to x5 belongs to R5 such that a1 x1 plus etc. up to a5 x5 equal to 0 എന്നല്ലേ. For some a1 a2 etc. a5 belongs to R. ഓക്കെ, നമുക്കിതിൽ ശരിക്കും എസ് ഒരു നോൺ എംപ്റ്റി ആണെന്ന് പറഞ്ഞാൽ അതിൽ ഐഡൻറ്റിറ്റി എലമെൻ്റ് എങ്കിലും ഉണ്ട് എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ ശരിക്കും സബ് സ്പേസ് ആണ് പ്രൂവ് ചെയ്യാൻ തന്നിട്ടുണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലും ഐഡൻറ്റിറ്റി എലമെൻ്റ് ഉണ്ടാവുമല്ലോ, എന്താണെങ്കിലും. അപ്പോൾ നമുക്ക് നോക്കാം ഇതിൽ ഐഡൻറ്റിറ്റി എലമെൻറ്റിൻ്റെ എക്സിസ്റ്റൻസ് ഉണ്ടോ നോക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ 0 0 0 R5 ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെയും നമ്മൾ അത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ 0 കിട്ടുന്നുണ്ടോ എന്ന് മാത്രം ചെക്ക് ചെയ്താൽ മതി. അതായത് a1 ഇൻറ്റു 0 പ്ലസ് a2 ഇൻറ്റു 0 പ്ലസ് എക്സെട്ര അപ് ടു a5 ഇൻറ്റു 0 കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 0 കിട്ടും അല്ലേ. ദാറ്റ് ഈസ് ഈ ഒരു x1 x2ന് പകരം നമ്മൾ 0 0 0 0 എന്നല്ല എടുത്തിരിക്കണേ. അപ്പോൾ നമുക്ക് പറയാം 0 0 0 0 0 ബിലോങ്സ് ടു എസ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? എസ് ഈസ് എ നോൺ എംപ്റ്റി സെറ്റ് എന്ന് കിട്ടി. നോൺ എംപ്റ്റി സബ്സെറ്റ് ഓഫ് R5 എന്ന് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് എന്താ പറയേണ്ടത്? യു വി എന്ന് പറയുന്ന 2 എലമെൻറ്റ് എസ്സിൽ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ സമ്മും എസ്സിലുണ്ടെന്ന് പറയണം അല്ലേ. അതായത് സമ്മിൽ അത് ക്ലോസ്ഡ് ആണെന്ന് പറയണം വെക്ടർ അഡീഷനിൽ. അപ്പോൾ ഞാൻ യു വി എന്ന് പറയുന്ന 2 എലമെൻറ്റ് എസ്സിലെടുത്തു. എസ്സിലെ എലമെൻറ്റിൻ്റെ പ്രത്യേകതകൾ എന്താണ്? അതായത് യു എന്ന് പറയുന്നത് നമുക്ക് ഒരു x1 x2 x3 x4 x5 എന്ന് എഴുതാം. അതുപോലെ തന്നെ വി എന്ന് പറയുന്നത് y1 y2 y3 y4 y5 ആണെന്ന് എഴുതി. അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും എവിടുത്തെ എലമെൻ്റ് ആണെന്ന് എടുത്തു? എസ്സിൽ എടുത്തു. അങ്ങനെയാണെങ്കിൽ എസ്സിലെ എലമെൻ്റ് ആണെങ്കിൽ ഇത് രണ്ടും ഒരു പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യും അല്ലേ. എസ്സിലെ എലമെൻറ്റിലുള്ള എല്ലാം ഈ ഒരു പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് എന്ത് പറയാം? a1 x1 പ്ലസ് a2 x2 പ്ലസ് എക്സെട്ര അപ് ടു a5 x5 ഈക്വൽ ടു 0 ആണ്. അതുപോലെ തന്നെ a1 y1 പ്ലസ് a2 y2 പ്ലസ് എക്സെട്ര അപ് ടു a5 y5 ഈക്വൽ ടു 0 ആണെന്ന് എഴുതി. ഇനി നമുക്ക് യു പ്ലസ് വിയിലെ എലമെൻറ്റും എസ്സിൽ പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ യു പ്ലസ് വി എന്ന് പറയുന്നത് എസ്സിലുണ്ടെന്ന് പറഞ്ഞാൽ മതിയല്ലോ. അപ്പോൾ നമുക്ക് നോക്കാം a1 ഇൻറ്റു x1 പ്ലസ് y1 പ്ലസ് എക്സെട്ര അപ് ടു a5 ഇൻറ്റു x5 പ്ലസ് y5 എന്താണെന്ന് കണ്ടുപിടിച്ച് നോക്കാം നമുക്ക്.
കാരണം x1+y1 എക്സെട്ര അപ് ടു x5+y5 എന്ന് പറഞ്ഞ ഫോമിലായിരിക്കും u+v എന്ന് പറയുന്ന എലമെൻറ്റ്സ് കിടക്കാം. അപ്പോൾ നമുക്ക് നോക്കാം. വിച്ച് ഇംപ്ലൈസ് ഇതിനെ a1x1 പ്ലസ് ഇതിനെ എനിക്കിങ്ങനെ എഴുതാലോ a2x2 പ്ലസ് എക്സെട്ര അപ് ടു a5x5 പ്ലസ് a1y1 പ്ലസ് എക്സെട്ര അപ് ടു a5y5 എന്ന് എഴുതാം. ഇനി നമുക്ക് അറിയുന്ന ഒരു കാര്യം എന്താ, വിച്ച് ഇസ് ഈക്വൽ ടു ആണേ, ഇത് ഈക്വൽ ടു a1 വിച്ച് ഇസ് ഈക്വൽ ടു ഇതെന്താ നമുക്കറിയാം, ഇത് എസ്സിലെ എലമെൻ്റ് ആയതുകൊണ്ട് ഇത് 0 ആണ്, പ്ലസ് ഇതും എന്താണ്, ഇതും 0 ആണ്, ഇറ്റ്സ് ഈക്വൽ ടു 0. സോ നമുക്ക് എന്ത് പറയാം, x1+y1. ഇപ്പം ഈ ഒരു ഇതും ഇത്രയും എലമെൻറ്റ്സ് നമുക്ക് എസ്സിലുണ്ടെന്ന് പറയാം അല്ലേ. x1+y1 എക്സെട്ര അപ് ടു x5+y5 എന്ന് പറയുന്നത് എസ്സിലുണ്ടെന്ന് കിട്ടിയില്ലേ. ഇതെന്താ സാധനം, x1+y1 x2+y2 എന്ന് പറയുന്നത് that is equal to x+y ആണല്ലേ, that is equal to u+v, that is u+v belongs to s എന്ന് കിട്ടി. ഇനി നമുക്ക് എന്ത് പ്രൂവ് ചെയ്യണം, അപ്പോൾ രണ്ടാമത്തെ കണ്ടീഷൻ നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് യു എന്ന് പറയുന്നത് എസ്സിലും ആൽഫ എന്ന് പറയുന്ന എഫിലും ഉണ്ടെങ്കിൽ ആൽഫ യു സ്കെലാർ മൾട്ടിപ്ലിക്കേഷനിൽ അത് ക്ലോസ്ഡ് ആണെന്ന് പറയണം. അപ്പോൾ നമ്മൾ ആദ്യം യു എന്ന് പറയുന്നത് എസ്സിലുണ്ട്, ദാറ്റ് ഈസ് x1 x2 എക്സെട്ര അപ് ടു x5 എന്ന് പറയുന്ന എലമെൻറ്റ് എസ്സിലുണ്ടെന്ന് എടുത്തു, ആൽഫ എന്ന് പറയുന്നത് എഫിലുണ്ടെന്ന് എടുത്തു. ഇനി നമുക്ക് എന്ത് പ്രൂവ് ചെയ്താൽ മതി, നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ടു പ്രൂവ് ആൽഫ യു ദാറ്റ് ഈസ് ഈക്വൽ ടു ആൽഫ x1 ആൽഫ x2 എക്സെട്ര അപ് ടു ആൽഫ x5 എന്ന് പറയുന്നത് എസ്സിലുണ്ടെന്നാണ് പറയേണ്ടത്. അപ്പോൾ ഇത് ആ കണ്ടീഷൻ ഹോൾഡ് ചെയ്യുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ മതി. ഇപ്പോൾ യു എന്ന് പറയുന്ന എലമെൻറ്റ് എസ്സിലുണ്ടെന്ന് പറയുന്നതിൻ്റെ മീനിങ് എന്താണ്, അതും കൂടെ എഴുതിയിട്ട് പറയാം കേട്ടോ. ഇതിൻ്റെ മീനിങ് എന്താ, a1x1 പ്ലസ് എക്സെട്ര അപ് ടു a5x5 ഈക്വൽ ടു 0 എന്നാണല്ലേ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ലീനിയർ കോമ്പിനേഷൻ എടുത്ത് നോക്കാം, അതും ഈക്വൽ ടു 0 കിട്ടുകയാണെങ്കിൽ നമുക്കത് പറയാം അല്ലേ. അപ്പോൾ a1 ഇൻറ്റു ആൽഫ x1 പ്ലസ് a2 ഇൻറ്റു ആൽഫ x2 പ്ലസ് എക്സെട്ര അപ് ടു a5 ഇൻറ്റു ആൽഫ x5 ഈക്വൽ ടു എന്തെഴുതാം, നമുക്ക് ഇവിടെയൊക്കെ ഒരു ആൽഫേനെ പുറത്തെടുത്ത് കഴിഞ്ഞാൽ a1x1 പ്ലസ് a2x2 പ്ലസ് എക്സെട്ര അപ് ടു a5x5 എന്ന് എഴുതാം അല്ലേ, വിച്ച് ഈസ് ഈക്വൽ ടു എന്തെഴുതാം, ആൽഫ ഇൻറ്റു ഇത് നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയിൽ നിന്ന് കിട്ടും, അതുകൊണ്ട് ആൽഫ ഇൻറ്റു 0 ഈക്വൽ ടു 0. സോ നമുക്ക് എന്ത് പറയാം, ദാറ്റ് ഇംപ്ലൈസ് വിച്ച് ഇംപ്ലൈസ് ആൽഫ x1 ആൽഫ x2 എക്സെട്ര അപ് ടു ആൽഫ x5 ബിലോങ്സ് ടു എസ്, വിച്ച് ഇതെന്താ സാധനം, ആൽഫ യു അല്ലേ, ആൽഫ യു ബിലോങ്സ് ടു എസ്. സോ ഇതാണ് ഫസ്റ്റ് എക്സാമ്പിൾ. ഇനിയും 2-3 എക്സാമ്പിൾസും കൂടെ ഉണ്ട്, അത് നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. വീഡിയോയുടെ ലെങ്ത് ഒരുപാട് കൂടും, അതുകൊണ്ടാണ്. ഓക്കെ, താങ്ക് യു.